ഓക്കെ, നമ്മൾ അപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ POCയിലേക്ക് കൊടുക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഡെലിവറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഡെലിവറി. അത് ബില്ലടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡെലിവറി ഓർഡറിലേക്ക് വരും, ഈ ഭാഗത്ത് വരും. അല്ലാത്ത സാധനം നമ്മൾ റെസിപ്റ്റ് എന്ന് പറയുന്ന സാധനം കമ്പനിയിൽ നിന്ന് വരുമ്പോഴാണ് അത് പിന്നെ മെട്രിക്സിൻ്റെ ബില്ല് വരുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും 90% ഇൻറ്റേർണലിൽ തന്നെയാണ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇൻറ്റേർണൽ ക്ലിക്ക് ചെയ്യുക. ഇൻറ്റേർണൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ അതിൻ്റെ എന്തെങ്കിലും പിന്നെ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സീരിയൽ നമ്പർ വെച്ച് അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. അതിൽ ഇൻവെൻട്രി നടിക്കുക, അത് നിങ്ങളെ പേരാണ്, ഇൻവെൻട്രി നടിക്കുക. അതിനുശേഷം ഇതിൽ ആർക്കോണിൻ്റെ ഓഫീസ് സ്റ്റോക്കിന്ന് ആർക്കോണിൻ്റെ POCയിലേക്ക് കൊടുക്കുകയാണ്. ഇനി ആർക്ക് കൊടുക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നോട്ടിൽ എഴുതേണ്ടത്. അത് ഫസ്റ്റ് എഴുതുക. റിസ്വാന് കൊടുക്കുകയാണ്, പ്രൊജക്റ്റിൻ്റെ പേര് FGC. ഓക്കെ, ഓപ്പറേഷൻസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. 200T എത്ര ക്വാണ്ടിറ്റിയാണ് കൊടുത്തത്? 2 എണ്ണം കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ. അപ്പോൾ 2 ക്വാണ്ടിറ്റി. എന്നിട്ട് ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്ത് മാർക്ക് ആസ് ടു ഡു അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ക്വാണ്ടിറ്റീൻ്റെ സെലക്ഷൻ ഇവിടെ വരും. അത് കൊടുത്തിട്ടുള്ള സീരിയൽ നമ്പർ ഏതാണോ അത് വെച്ച് അടിച്ചിട്ട് വാലിഡേറ്റ് ചെയ്യുന്നതോടുകൂടി എന്തായി, സാധനം POCയിലേക്ക് പോയി. ഇത് തെറ്റല്ലേ?